പാലാ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജോസ് കെ മാണി മത്സരിക്കുമെന്നായിരുന്നു റോഷി അഗസ്റ്റിൻ ഇന്നലെ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ. പാർട്ടി തീരുമാനിക്കും ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ ജോസ് കെ മാണി മത്സരിക്കുന്ന കൃത്യമായിട്ട് ആലോചനയുടെ കാര്യമുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അത് സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും, നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലായിൽ തന്നെ മത്സരിക്കും. സിജോ വർഗീസ് വിവരവുമായി ചേരുന്നു. സിജോ, ഇത് വളരെ ഒരു ഓക്വേർഡായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇന്നലെ. കാരണം തടയാനും പറ്റില്ല, ഇന്നത് അദ്ദേഹം തിരുത്തുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണിയിൽ സംഭവിക്കുന്നത്? അജിംസ്, പാലായെ സംബന്ധിച്ച് കേരള കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ട ഒരിടം കൂടിയാണ്. കേരള കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കും ഒപ്പം തന്നെ പിളർപ്പിനുമെല്ലാം സാക്ഷ്യം വഹിച്ച ഒരു ഇടം കൂടിയാണ് പാല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇടുക്കിയിൽ വെച്ച് വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ഇത്തരമൊരു ചോദ്യം ചോദിച്ചത്. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമോ എന്നായിരുന്നു ആ ചോദ്യം. ഈ ചോദ്യങ്ങളോട് സരസമായ ഭാഷയിൽ അല്ലെങ്കിൽ മറുപടി പറഞ്ഞ് ഒഴിയാനുള്ള ഒരു ശ്രമമായിരുന്നു ജോസ് കെ മാണി നടത്തിയത്. പക്ഷേ ആ ഘട്ടത്തിലാണ് മൈക്ക് വാങ്ങി റോഷി അഗസ്റ്റിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം. അതായത് പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും, അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല, എന്താണ് അതിന് ഇത്ര സംശയം എന്ന തരത്തിലായിരുന്നു ഈ റോഷി അഗസ്റ്റിൻ ചോദിക്കുകയും ചെയ്തത്. പലതവണ ഇതിനിടയിൽ മൈക്ക് വാങ്ങി മറുപടി പറയാൻ ജോസ് കെ മാണി ശ്രമിച്ചെങ്കിലും പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്തരത്തിൽ ഒരു ചോദ്യം ജോസ് കെ മാണി പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കരുതിക്കുട്ടിയുള്ള ഒരു മറുപടി തന്നെയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ നടത്തിയത്. അതായത് റോഷി അഗസ്റ്റിൻ ഈ യുവജന സംഘടനാ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ്. ചോരത്തിളപ്പ് അദ്ദേഹത്തിന് ഉണ്ട്. ആ ചോരത്തിളപ്പിൻ്റെ ഒരു പരിണിത ഫലമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതങ്ങനെ കണ്ടാൽ മതി. സഹോദര തുല്യനാണ് തനിക്ക് റോഷി അഗസ്റ്റിൻ എന്നാണ് ജോസ് കെ മാണി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അത് പാർട്ടി തലത്തിൽ യോഗങ്ങൾ കൂടിയ ശേഷം മാത്രമായിരിക്കും നടത്തുക എന്നും ജോസ് കെ മാണി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അഭ്യൂഹങ്ങളൊക്കെ അതങ്ങ് പ്രചരിപ്പിക്കട്ടെ, പക്ഷെ അതിലൊന്നും വലിയ അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലെ നടന്നത് ഒരു കൗതുകമുള്ള കാഴ്ചയാണെങ്കിൽ കൂടിയും അതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ട്. റോഷി അഗസ്റ്റിൻ ഔദ്യോഗിക കാര്യങ്ങളിൽ ചില ഇടപെടലുകൾ നടത്തുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. മുമ്പ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചില ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഓരോ ഘട്ടത്തിലും മനസ്സിലാവുന്ന കാര്യം. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും ഈ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അടക്കം പറച്ചിലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്നലെ ഈ ഒരു സംഭവം നടന്നത്. അതിനെ ഒരു വ്യക്തത വരുത്തുകയായിരുന്നു ജോസ് കെ മാണി. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സഹോദര തുല്യനായിട്ടുള്ള ആളുടെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോരത്തിളപ്പായി കണ്ടാൽ മതി എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് ഒഴിവാക്കുകയാണ്. കൂടുതൽ വിമർശനങ്ങൾ വേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ജിംസ്.